കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റാഫിയും രണ്ടു കണ്ണിനും കാഴ്ചയില്ലാത്ത അമ്മ വിളമയും കഴിഞ്ഞിരുന്ന വീട് കേരള ഗ്രാമീൺ ബാങ്ക് ജപ്തി ചെയ്തത്. 2010-ൽ അച്ഛൻ വറീദ് കുട്ടിയെടുത്ത വായ്പ കുടിശ്ശികയായതിനെ തുടർന്നായിരുന്നു ജപ്തി. അമ്മയുമായി റാഫി ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ബാങ്ക് ജപ്തി നടപ്പിലാക്കിയത്. ഇതോടെ ഇരുവരും വീടിന്റെ വരാന്തയിലായി. ഹോസ്പിറ്റലിലേക്ക് പോയിന്. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ വന്ന് ഞങ്ങളുടെ ലോക്ക് അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ സീൽ ചെയ്ത് പോവുകയാണ് ചെയ്ത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഈ വരാന്തയിലാണ് ആശ്രയിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തുള്ളവരുടെ ഇതുകൊണ്ടാണ് ആ കഞ്ഞിയൊക്കെ നമുക്ക് കൊണ്ടുതന്ന് ഇത് ചെയ്യണത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഇത് അടച്ചു തീർക്കാനുള്ള ഒരു സഹായം, സന്മനസ്സുള്ളവരുടെ സഹായം തന്നാൽ അത് സെറ്റിൽമെൻറ്റിൽ തീർത്ത് കഴിഞ്ഞാൽ അമ്മച്ചിനെ ഈ ഇതിൽ നിന്ന് ഉള്ളിലേക്ക് കയറി കടത്താൻ പറ്റിയിരിക്കും. ഒരാഴ്ചയായി വീടിന്റെ വരാന്തയിലാണ് പ്രായമായ അമ്മയുടെ അന്തിയുറക്കമെന്ന് റാഫി പറഞ്ഞു. ജപ്തി ചെയ്ത വീടിനോട് ചേർന്ന് ഇളയ സഹോദരിക്ക് നൽകിയ വീടുണ്ട്. എന്നാൽ അങ്ങോട്ട് മാറാൻ കഴിയില്ലെന്നാണ് റാഫി പറയുന്നത്. പെങ്ങളുടെ വീടാണ്, ഇളയ പെങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ അനാഥനാവും. ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഒന്നും ഉണ്ടാവൂല സാർ. ഒറ്റയടിക്ക് തീർക്കാൻ പറ്റില്ല, ഓരോരുത്തരുടെ സഹായം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം അനുസരിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപകാരമായിരിക്കും. പിന്നെ ഓരോരുത്തരുടെ അനുഗ്രഹ സാമ്പത്തിക സഹായം തന്നാൽ മാത്രമേ നമുക്കിത് ചെയ്തു പോകാൻ പറ്റുള്ളൂ. 24 ലക്ഷം രൂപയാണ് മൊത്തം കുടിശ്ശിക. വായ്പ തീർപ്പാക്കാൻ വേണ്ടി കുടിശ്ശിക കുറച്ചു നൽകാമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞിട്ടുണ്ടെങ്കിലും രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടില്ലെന്ന് റാഫി പറഞ്ഞു. മറ്റുള്ളവരുടെ കാരുണ്യത്താൽ ജപ്തി ചെയ്ത വീട് തിരിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് റാഫിയും അമ്മയും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.